വലിയ ഓട്ടം പോയിട്ടില്ല. 22 മോഡൽ ഡീസൽ വലിയ ഓട്ടം പോയിട്ടില്ല. ഇനി ഇതിന്റെ തന്നെ 21 വണ്ടി ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് നമുക്ക് ഇതിനകം താഴെ പ്രൈസിനോട് 2019 MG ഹെക്ടർ ഷാർപ്പ് ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ മാനുവൽ വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കോ. 20 മോഡലുണ്ട് കേട്ടോ. മാക്സിമം ലോണും കിട്ടും. ലോൺ ഒരു 50,000 ഒക്കെ മാക്സിമം കണ്ടാൽ മതി. സീറോ ക്ലെയിം അല്ല വണ്ടി. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ പോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഷോറൂമിന്റെ പേര് ഓട്ടോ ലെഗസി. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് സിരീഷ് ഭായിനെ സ്വാഗതം ചെയ്യാം. സിരീഷ് ഭായ് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ്. എത്ര കാലമായി ഷോറൂം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഷോറൂം തുടങ്ങിയിട്ട് നമ്മൾ 3 വർഷം. 3 വർഷം അല്ലേ? ഓക്കെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരാം? കറക്റ്റ് തൃശ്ശൂര് വെസ്റ്റ് ഫോർട്ട് ശങ്കരയ്യ റോഡ് എന്ന് പറയും. ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർട്ട്. ഓക്കെ. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ കേട്ടോ. വൺ വേ ആണിത്. റോഡ് സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. ഒരുപാട് വണ്ടികളുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്യാണ്. അപ്പോൾ മുന്നേ വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ? ഓ തീർച്ചയായിട്ടും. അപ്പോൾ വണ്ടിന്റെ ക്വാളിറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു എൻഷുർ ആണല്ലോ. ഓ തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? നമ്മൾ ആക്ച്വലി ഒരു 140 ചെക്ക് പോയിന്റ്സ് വെച്ചിട്ടാണ് ഇപ്പോഴും വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു 4-5 ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ റീഫർബിഷ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പോളിഷ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി സ്റ്റോക്കിലേക്ക് എടുക്കുന്നത്. അത് വിത്ത് 1 ഇയർ വാറന്റിയോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. വാറന്റി എന്ന് പറയുമ്പോൾ ഇത്ര കിലോമീറ്റർ? 1 ഇയർ. നമുക്കൊരു 1 lakh കിലോമീറ്റർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ആണ്. അതായത് 1 lakh കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്ന വണ്ടി അല്ല, 1 lakh കിലോമീറ്ററിന്റെ ഉള്ളിലായിരിക്കണം വാറന്റി കംപ്ലീറ്റ് ആകുമ്പോൾ. അതല്ലെങ്കിൽ 10,000 കിലോമീറ്റർ 1 ഇയർ. അങ്ങനെയാണ്. കോംപ്രഹെൻസീവ് വാറന്റിയാണ്. വെറുതെ എഞ്ചിൻ ഗിയർ ബോക്സ് അല്ല. നമുക്ക് AC ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈവ് ആക്സിലും വരെ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ മെയിൻ എന്താ വെച്ചാല് ഫ്ലഡ് ഉണ്ടാവില്ല. അല്ല, ഫ്ലഡ് ഇതല്ല. അത് എന്തായാലും നമുക്ക് ഉറപ്പ് കൊടുക്കണം. ഫ്ലഡ്, മേജർ ആക്സിഡന്റ് എന്തായാലും കൊടുക്കണം. അല്ലാണ്ട് കാര്യമില്ല. കിലോമീറ്റർ ടാമ്പറിംഗ് ഉണ്ടാവില്ല. പ്രൈസ് ആണ് പ്രശ്നം. പ്രൈസിങ് നമ്മൾ പ്രൈസ് ഇടുന്നത് ആക്ച്വലി ഒരു മാർക്കറ്റ് കമ്പാരിസൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു പരിധി വരെയൊക്കെ നമ്മൾ അത് പിടിക്കും. പിന്നെ നമ്മുടെ വണ്ടികൾ കുറച്ച് ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചിലപ്പോൾ പ്രൈസ് വ്യത്യാസം ഉണ്ടാവാം. എന്നിരുന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഇന്ന് നമുക്ക് മാക്സിമം ഒന്ന് കുറച്ച് കൊടുക്കാം. ഫസ്റ്റ് വീഡിയോ മാക്സിമം കുറച്ച് കൊടുക്കാം. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇന്ന് മാത്രമല്ല, എപ്പോഴും അതിനെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കോൺടാക്ട് നമ്പർ വീഡിയോ ആയിട്ടും കൊണ്ടാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഓരോന്നായിട്ട് വരും. ഓക്കെ. നമ്മുടെ ആദ്യ വാഹനം ഇതാ ഒരു SUV ആണ്. 7 സീറ്റർ SUV KL 3 രജിസ്ട്രേഷൻ വരുന്ന XUV 500. ഓക്കെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് XUV 500 2016 മോഡല്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓൺഷിപ്പ്, 70,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ്. ലാസ്റ്റ് സർവീസ് റീസെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നുണ്ട്. ഇനി എടുക്കുന്നവർക്ക് അടുത്ത ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറോ കഴിഞ്ഞിട്ട് സർവീസ് പോലും ചെയ്താൽ മതി. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ്. നിലവിൽ വേറെ വർക്കും പെൻഡിംഗ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. മെക്കാനിക്കലി എല്ലാം ഓക്കെ ആണ്. നമ്പർ 1000 നമ്പറാണ്. അടിപൊളി നമ്പറുമാണ്. വലിയ ഓട്ടം പോയിട്ടില്ല കേട്ടോ. 70 റെസ്റ്റ് ഇല്ല. ഓക്കെ. മഹീന്ദ്രയുടെ ഒരു പ്രശ്നമാണ് റെസ്റ്റ്. ഓക്കെ. റെസ്റ്റും ഇല്ല. അതൊക്കെ എന്തായാലും ചെക്ക് ചെയ്ത് ഫുൾ നോക്കിയിട്ട് എടുത്ത വണ്ടി തന്നെയാണ്. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. ഹൈ ക്വാളിറ്റി മാനേജറിൽ വേണ്ട. ഓട്ടോമാറ്റിക് അല്ല? ഓട്ടോമാറ്റിക്. ഓക്കെ. ഏതാ ഓപ്ഷൻ? W10 ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ 11 ആണ്. അല്ല, അന്ന് 10 ആണ് ഫുൾ ഓപ്ഷൻ തോന്നുന്നു. 17 മാറിയുന്നത്. അപ്പോൾ 10 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ. പിന്നെ വലിയ രീതിയിൽ എന്താ പറയാ, ഇന്റീരിയറൊക്കെ നോക്കി കഴിഞ്ഞാലും വലിയ രീതിയിൽ അങ്ങനെ ഡാമേജ് ആയിട്ടില്ല. ഒന്നുമില്ല. സാധാ ഇതിന്റെ സീറ്റ് XUV അത്രയും നോക്കിയിട്ട് മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യില്ല. അങ്ങനെ. ഓക്കെ. അപ്പൊ നമുക്ക് ഫൈനലി എത്ര കൊടുക്കും? ലാസ്റ്റ് നമുക്ക് 9,95,000 രൂപ കൊടുക്കാം. ലാസ്റ്റ്. പിന്നെ വാറണ്ടി നമുക്ക് നമ്മുടെ 1 മന്ത് വാറണ്ടി കൊടുക്കാം. 1 മന്ത് നമ്മുടെ. ഓക്കെ. നിങ്ങളുടെ ഇതോ പിന്നെ OLX മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ അതിലൊക്കെ 10,45. ഇവിടെ കൗണ്ടർ പ്രൈസും 10,45 വീഡിയോ കണ്ടുവരാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ പ്രൈസിൽ കൊടുക്കാം. ഓക്കെ. നേരിട്ട് വന്നത് 10,45 പറയാ. വീഡിയോ കണ്ടിട്ട് ഫൈനൽ റേറ്റ് ആണ് നമ്മൾ പറയിപ്പിച്ചത്. അതുകൊണ്ടാണ് 9,95 ഈ ഒരു XUV 500 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോകാം. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വന്ന് എടുക്കാം. മാക്സിമം ലോണും കയറും. തീർച്ചയായും നമുക്ക് എങ്ങനെ പോയാലും ഒരു 8.5 ലക്ഷം 8.25 ലക്ഷം എന്തായാലും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം പറ്റും. അടുത്തത് MGയുടെ ഹെക്ടർ ആണ്. നമ്മൾ നേരത്തെ കണ്ട XUV 500 സംഭവം വാറണ്ടി കിട്ടൂല. അതുകൊണ്ടാണ് ഇവരുടെ 1 മാസം വാറണ്ടി എന്ന് പറഞ്ഞത്. ഇവര് സെപ്പറേറ്റ് 1 മാസം വാറണ്ടി കൊടുക്കുന്നത്. കാരണം 9 വർഷത്തിന് മുകളിൽ പഴക്കമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടൂല. ഓക്കെ. കിലോമീറ്റർ വൈസ് ലോ ആണത്. അപ്പോൾ ഇത് KL 8 തൃശ്ശൂർ വണ്ടി തന്നെ. ഏതാ മോഡല്?
ഇത് 2019 MG ഹെക്ടർ ഷാർപ്പ് ഓട്ടോമാറ്റിക്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 69,000. 69. ഓക്കെ, അതും റീസെന്റ് ഈ വർഷം തന്നെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും ഇനി ഒരു 16 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അതുകൊണ്ട് സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഒരു പോളിഷിംഗ് ബാക്കിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഡാഷ് ക്യാമ കാര്യങ്ങളൊക്കെ അത് അഡീഷണൽ MG തന്നെ ചെയ്തിട്ടുള്ളതാ. MG തന്നെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 5 സീറ്റർ വണ്ടിയാണ് ഇത്. പലർക്കും ഡൗട്ട് വരാറുണ്ട്. ഇത് ഹെക്ടർ പ്ലസ് പോകുമ്പോഴാണ് 607 വരിക, ഇത് 5 ആണ്. അതെ, 5 സീറ്റർ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്ര ഫൈനല്? ഫൈനല് നമുക്ക് 9,65,000 രൂപ കൊടുക്കാം. 9,65 ഫുൾ ഓഫ് 69,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് 2019 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വിളിച്ചോളും. പിന്നെ ലോണ് മാക്സിമം കാര്യം എന്തായാലും ഒരു 9 ലക്ഷം എന്തായാലും കിട്ടും. ചിലപ്പോൾ അതിനും കൂടുതൽ കിട്ടാം. എന്തായാലും 9 ലക്ഷം കിട്ടും. 9 ലക്ഷം. ഓക്കെ, അടുത്ത വണ്ടി നമുക്ക് ഏറ്റവും നല്ല റേറ്റ് കൊടുക്കുകയും ചെയ്യാം. ഈ റേറ്റ് ഫൈനലാണോ പറയുന്നത്? ഈ റേറ്റ് ഫൈനല. ഇവിടെ 9,95,000 രൂപയാണ് പ്രൈസ് പറയുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം. ബാങ്ക് അല്ലേ? അടുത്തത് ഗ്രാൻഡ് വിറ്റാര KL 27 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് ഫുൾ ഹൈബ്രിഡാ? ഇത് സെമി ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ് അല്ല? സ്മാർട്ട് ഹൈബ്രിഡ് വാഹനമാണ്. ഒരു 14-17 റേഞ്ച് ഒക്കെ. ഇത് നമുക്ക് റണ്ണിങ്ങിൽ കിട്ടിയത് 17.5. 17.5 കിട്ടിയിട്ടുണ്ട്. എന്തായാലും കിട്ടും. അപ്പോൾ 14-17 ഇടയിൽ എന്തായാലും കിട്ടും, എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഏതാ മോഡൽ? ഏതാ? 2023 ഗ്രാൻഡ് വിറ്റാര സീറ്റ ഹൈബ്രിഡ്. സീറ്റ ടോപ്പിന്റെ തൊട്ട് താഴെ ഓട്ടോമാറ്റിക്. വലിയ വ്യത്യാസമൊന്നും വരില്ല. ആൽഫയിലേക്ക് പോകുമ്പോൾ ചെറിയ സൺറൂഫ് ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് ഇല്ല, അതൊരു മെയിൻ മാറ്റം. സോറി. പിന്നെ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ 6 എയർ ബാഗ് അടക്കം എല്ലാം വരും. 6 എയർ ബാഗ് പിന്നെ മറ്റെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം അതിന്റെ ഡിക്കി മാറിയിട്ടുണ്ട് കമ്പനി. ഡിക്കി ഡോർ മാത്രം കമ്പനി മാറിയതാ? കമ്പനി തന്നെ. ഗ്ലാസ് ഒന്നും മാറിയില്ല. ഡോർ മാത്രമാണ് ചെറിയ എന്തെങ്കിലും തട്ടിൽ മാറിയതായിരിക്കും. ഓക്കെ, ഇത് ശരിക്കും ഓൺ റോഡ് ഇറങ്ങുമ്പോൾ എത്ര? ഓൺ റോഡ് 18,75,000 വരും. 18,75,000 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ കമ്പനി വാറണ്ടി കഴിഞ്ഞോ? കമ്പനി വാറണ്ടി നമുക്ക് 28 വരെ വാറണ്ടി ഉണ്ട്. ലാസ്റ്റ് സർവീസ് നമ്മൾ എടുത്തതിനു ശേഷം നമ്മൾ തന്നെയാണ് ചെയ്തത്. ശരി. ഫ്രണ്ട് 2 ടയർ നമ്മൾ പുതിയ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേറെ ബാക്കിയൊന്നും ചെയ്യാനൊന്നുമില്ല. ഉപയോഗിക്കുക. ഇതിന് ഇവരെ വാറണ്ടി അല്ല, കമ്പനി വാറണ്ടി 28 വരെ വാറണ്ടി. ഒന്നും പേടിക്കാനില്ല, ധൈര്യത്തിൽ കൊണ്ടു നടക്കാം. അപ്പോ എത്രയാണ് നമ്മളിപ്പോ ഫൈനല്? നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് 14 ലക്ഷത്തിന് കൊടുക്കും. 14 ലക്ഷം. 14 ലക്ഷം. ഓക്കെ, 14 ലക്ഷമാണ്. കിലോമീറ്റർ പറഞ്ഞോ? 37. 37,000. 14 ലക്ഷത്തിനാണ് ഇപ്പൊ ഫൈനൽ പറയുന്നത്. നമുക്ക് എന്തൊക്കെ ഒരു മാറ്റം ചെയ്ത് കൊടുക്കാവോ? ഇവിടെ പറയുന്ന വില കുറച്ചും കൂടി കൂടുതലാണ്. നമുക്ക് നോക്കാം, എന്തായാലും സ്ലൈറ്റ് ഒരു വ്യത്യാസം ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നല്ലേ? വീഡിയോ കണ്ടുവരാന്ന് പ്രത്യേകം പറയണം. അത് പറയണേ. അല്ല, ഇവിടെ വരുമ്പോ പ്രൈസിങ് വേറെ ചോദിക്കുകയല്ലേ? അല്ല, ചിലർ തെറ്റിദ്ധരിക്കപ്പെടും. ഇവിടെ വരുമ്പോ പറയുന്ന പ്രൈസിങ് വെച്ചാൽ ഫൈനല് അല്ല, കച്ചവടത്തിലേക്ക് എത്തുമ്പോ നമ്മള് വീഡിയോ പറയുന്ന റേറ്റ് അല്ലേ കൊടുക്കുക? അല്ലെങ്കിൽ പറ്റിക്കുന്ന പോലെയല്ല ആൾക്കാർ, അതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ താല്പര്യം നോക്കിയോ. 14 ലക്ഷമാണ്. ഒരു 12-13 ലക്ഷം വരെയൊക്കെ ലോൺ കയറില്ല. അടുത്തത് കിയ സോണറ്റ് KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ഇത് എക്സ് ആണല്ലേ? സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പുഷ് ബട്ടണും അലോയ്സും ഒക്കെ വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷനും വയർലെസ് ചാർജറും ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. ഏതാ മോഡല്? ഇത് 2022. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. 27 വരെ വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി ഉണ്ട്. ഇപ്പൊ കിയയില് എനിക്ക് തോന്നുന്നത് 7 വർഷം വരെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ട് തോന്നുന്നു. ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഇപ്പൊ വന്നിട്ട്. മുമ്പ് ഉണ്ടായിരുന്നില്ല. മുമ്പ് 5 വർഷം വരെ ആയിരുന്നു. ഇപ്പൊ 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു ഓഫർ ആയിരിക്കും. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുക്കണം തീർച്ചയായിട്ടും. വണ്ടി നമുക്ക് സേഫ് ആയിരിക്കാം. അതുകൊണ്ടാണ് പറയും, കസ്റ്റമറോട് പറയും. ചെറിയൊരു എമൗണ്ട് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് അത്രയും വർഷം നമുക്ക് ധൈര്യമായിട്ട്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? 40,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക്കോ മാനുവലോ? മാനുവല് ഡീസൽ. മാനുവൽ ഡീസലാണ്. HTX 2022 മോഡൽ. ബ്ലാക്ക് കളർ. നല്ല മൈലേജ് ഉണ്ടാവും. അതെ, നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന, അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. ഇതിപ്പോ എത്രയാ ഫൈനൽ? ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. എന്നാലും എത്രയാ ഫൈനല്? നമുക്ക് 9,75,000 രൂപ കൊടുക്കാം ഫൈനൽ. ഡീസൽ മാനുവൽ 9 കിലോമീറ്റർ പറഞ്ഞു നമ്മള്. 40,000 കിലോമീറ്റർ. 40,000. വലിയ ഓട്ടം പോയിട്ടില്ല. 22 മോഡൽ ഡീസൽ വലിയ ഓട്ടം പോയിട്ടില്ല. ഇനി ഇതിന്റെ തന്നെ 21 വണ്ടി ഉണ്ട് നമ്മുടെ കയ്യില്. അത് നമുക്ക് ഇതിനേക്കാളും താഴെ പ്രൈസിന് കൊടുക്കാം. അത് 50,000 കിലോമീറ്റർ ഓടി വണ്ടിയുണ്ട്.
അത് ശരി. അതും വാറണ്ടി അണ്ടർ വാറണ്ടി ഉണ്ട്. അതും വലിയ ഓട്ടം പോയിട്ടില്ല, വാറണ്ടി തന്നെയുള്ള വണ്ടി ഉണ്ട്. ഇതിപ്പോ എത്ര പറഞ്ഞത്? 9? ഇത് 9,75,000 രൂപ ഫൈനൽ. 9.45 ഫൈനലാണ്. മറ്റേതിനോ? മറ്റേതാണെങ്കിൽ നമുക്ക് ഒരു 9,15 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. അത് 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, അതും അണ്ടർ വാറണ്ടി ഉണ്ട്. അത് 1 വർഷം ഇതിനെക്കാട് പഴക്കമുണ്ട്. അപ്പോൾ താല്പര്യം ഇതേ ഷേപ്പ് തന്നെ വരും. ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ, മാക്സിമം ലോണും കയറും. മാക്സിമം ലോൺ. അടുത്തത് ടാറ്റ വന്നു. KL 42 രജിസ്ട്രേഷൻ നെക്സോൺ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയില്ല. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏതാ മോഡല്? ഇത് 2020 ന്യൂ ഷേപ്പിൽ വരുന്ന നെക്സോൺ XZ പ്ലസ് പെട്രോൾ മാനുവൽ. ഓക്കെ, പെട്രോൾ മാനുവൽ വാഹനമാണ്. ഒരു 12-15 റേഞ്ചിന്റെ ഇടയിൽ മൈലേജ് കണക്കാക്കാൻ പറ്റും. നല്ല ടയർസാ, പുതിയ. ഇതിപ്പോ നമ്മൾ ചേഞ്ച് ചെയ്തതാ ടയർ. ഏതാ? എത്ര കിലോമീറ്റർ ഓടി? ഇത് 52,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ അല്ലേ? വേറെ ക്ലെയിമോ ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി XZ പ്ലസ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ്. 20 മോഡൽ ന്യൂ ഷേപ്പിൽ വന്ന വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ. ഓക്കെ, എത്ര ഇപ്പൊ ഫൈനല്? ഇത് നമുക്ക് 5,85,000 രൂപയ്ക്ക് കൊടുക്കാം. 5,85,000. ഓക്കെ, പെട്രോൾ മാനുവൽ വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. 20 മോഡലുണ്ട് കേട്ടോ. മാക്സിമം ലോണും കിട്ടും. ഈ ലോൺ ഒരു 50,000 ഒക്കെ മാക്സിമം കണ്ടാൽ മതി. സീറോ ക്ലെയിം അല്ല വണ്ടി? സീറോ ക്ലെയിം. ഇതിപ്പോ നിങ്ങളുടെ വാറണ്ടി? ഇതിന് വാറണ്ടി കൊടുക്കണേ വാറണ്ടി കൊടുക്കാം. വണ്ടി വാറണ്ടി കൊടുക്കണേ വാറണ്ടി കൊടുക്കാം. അതായത് അഡീഷണൽ ആഡ് ഓൺ ആണ്. നമ്മൾ പ്രൈസ് ഫൈനലാക്കിയതുകൊണ്ട് വാറണ്ടി വേണ്ടവർക്ക് അഡീഷണൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പറഞ്ഞത്. ഓക്കെ. XUV 500 പുറകിലായിട്ട് VW ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. KL 70 രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ മോഡൽ ഇത്? ഇത് 2020 XUV 300 W6 പെട്രോൾ മാനുവൽ. ഓക്കെ, W8 ഓപ്ഷനിൽ അങ്ങനെയാണ് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. ഇത് അലോയ്സും കാര്യമൊന്നും ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് അത്യാവശ്യം പുഷ് ബട്ടൺ വരില്ല. സെൻട്രൽ ലോക്ക് വരും, സ്റ്റിയറിംഗ് കൺട്രോൾ, ABS എയർ ബാഗ് വരും. പിന്നെ സൺറൂഫ് ഉണ്ടാവില്ല അല്ല? സൺറൂഫ് ഉണ്ടാവില്ല. ഓക്കെ. സൺറൂഫിൽ W8 ഓപ്ഷനിൽ മാത്രമേ ഒന്ന് വരുള്ളൂ. W8 8 ഓപ്ഷനിൽ മാത്രമേ ഒന്ന് വരുള്ളൂ. ഓക്കെ. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. സമയത്ത് 5 സ്റ്റാർ റേറ്റിംഗ്, സേഫ്റ്റി. ബ്ലാക്ക് കളറാണ് വണ്ടിയാണ്. ബ്ലാക്ക്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 67. 20 മോഡൽ. 6 വർഷമായി. നോർമൽ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഒരു ക്ലെയിമും ഇല്ല. പിന്നെ മൈലേജ് നെക്സോണിന്റെ ഒക്കെ ആ ഒരു മൈലേജ് 15-16 കുറച്ചുകൂടി പവർ ഉണ്ടാവും. വണ്ടി പവർ ഉണ്ടാവും അല്ലേ? ഓടിക്കാൻ കുറച്ചുകൂടി സുഖം ഉണ്ടാവും. അപ്പോ എത്ര ഫൈനൽ? എത്ര ഫൈനൽ? നമുക്ക് 5 ലക്ഷം. പറയുന്നൊക്കെ ഫൈനലാണോ? ഇതൊക്കെ ഫൈനല. ഈ പറയുന്നൊക്കെ ഫൈനല. നമ്മുടെ ഓയിൽ എക്സ് റേറ്റും അല്ലെങ്കിൽ ഇവിടുത്തെ കൗണ്ടറത്തെ റേറ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. ചില ഷോറൂമാർ പേടിച്ചിട്ട് എന്നോട് പറയും, പിന്നെ അല്ല കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നെഗോസിയേഷൻ ഉണ്ടാവും. അപ്പോൾ നെഗോസിയേഷൻ ചെയ്യാൻ നമ്മൾ ഓൾമോസ്റ്റ് ഇതിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇനിയിപ്പോ കസ്റ്റമർ എടുത്തുകൊണ്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവാറില്ല. ഓക്കെ. അങ്ങനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും മേജർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാനും നമ്മൾ ചെയ്ത് കൊടുക്കും. കംപ്ലീറ്റ് ഒരു അഷുറൻസോട് കൂടിയിട്ടാണ് വണ്ടി കൊടുക്കണം. ഇനിയിപ്പോ അതിന് വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാറണ്ടി നമ്മൾ കൊടുക്കണം. നമ്മൾ 3 വർഷമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വാറണ്ടി കൊടുത്തുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലെയിം വന്നിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 3 വണ്ടിയോ 4 വണ്ടിയോ ഇതുവരെ ടോട്ടൽ ക്ലെയിം വന്നിട്ടുള്ളൂ. ക്ലെയിം എന്ന് വെച്ചാൽ വാറണ്ടി ക്ലെയിം. ഇത്രയും വണ്ടികൾ കൊടുത്തിട്ട് നമ്മൾ ക്ലെയിം വന്നിട്ടുള്ള ഇത്രയും വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ക്വാളിറ്റി ചെക്ക് നടത്തിയതിന് ശേഷം നമ്മൾ വണ്ടി പർച്ചേസിംഗ് ഉള്ളൂ. വന്നത് മേജർ ക്ലെയിം ആണോ? അല്ല, ഈ ഇപ്പൊ ഓട്ടോമാറ്റിക്കിന്റെ ക്ലച്ച് മാറുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ അതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 20 മോഡൽ W6 ആണ്. 67,000 കിലോമീറ്റർ. എത്ര ഫൈനൽ പറഞ്ഞില്ല? ഫൈനൽ നമുക്ക് 5,80,000 രൂപ. 5,85,000. ഓൾമോസ്റ്റ് ഒരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വണ്ടി ഇറക്കാം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കോ. ഇതേ റേറ്റിൽ ഏകദേശം റേറ്റ് തന്നെ നേരത്തെ നെക്സോൺ ഉള്ളൂ. അതെ കേട്ടോ. അടുത്ത വണ്ടിയിൽ അടുത്തത് നെക്സോൺ ആണ്. KL 49 രജിസ്ട്രേഷൻ. ഫസ്റ്റ് ഷേപ്പ് നെക്സോൺ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ. പെട്രോൾ ഓട്ടോമാറ്റിക്. XZ പ്ലസ്. ഓക്കെ. XZ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. മോഡൽ ഏതാ? 2019 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. കിലോമീറ്റർ 73. ഓക്കെ. ഇതൊക്കെ കമ്പനി സർവീസ് ആണോ? എല്ലാം പ്രോപ്പർ സർവീസ്. എടുക്കുന്ന എല്ലാ വണ്ടിയും കമ്പനി സർവീസ്. ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? വെച്ചാൽ കൊടുക്കാം. ഓക്കെ. ഹിസ്റ്ററി കയ്യിലേക്ക് തരാം. നമ്മൾ 2012 ബ്രിയോ ഉണ്ട്, 2012 പോളോ ഉണ്ട്. അതെല്ലാം കമ്പനി സർവീസ്. അത് ശരി. സിംഗിൾ ഓണർഷിപ്പ്. അങ്ങനെ ബ്രിയോൻ ആരാധകരുണ്ട്. അത് ബ്ലാക്ക് കളർ, പോളോ റെഡ് കളർ ഉണ്ട്. സ്റ്റോക്കിൽ എത്തിയിട്ടില്ല, വർക്ക്ഷോപ്പിലാണ്. ഇതും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ആണ്. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ്, ഒരു ഡോർ മാറിയിട്ടുണ്ട്. ഡോർ മാറിയിട്ടുണ്ട്. ഏത് ഡോറാ? ഡ്രൈവർ സൈഡ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഇല്ല, ഡോർ മാത്രം മാറിയേക്കുന്നത്. വേറെ ഒന്നും മാറിയിട്ടില്ല. കമ്പനി സർവീസിലുണ്ട്. കമ്പനി സർവീസ്. ഓക്കെ. നീറ്റ് വണ്ടിയാണ്. എന്തായാലും ഇന്ത്യൻ വൈസ് നോക്കിയാലും എക്സ്റ്റീരിയർ വൈസ് ഒറിജിനൽ സീറ്റ് കവർ തന്നെയാണ്. അതൊന്നും മാറിയിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീറ്റ് തന്നെയാണല്ലേ? ഓക്കെ. അപ്പോ ഫൈനൽ എത്രയല്ലേ? ഫൈനൽ നമുക്ക് 6,15,000 കൊടുക്കാം.
615 പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ നെക്സോൺ. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ XM ഓട്ടോമാറ്റിക് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 5.5 ലക്ഷത്തിന് മുകളിൽ എന്തായാലും പറയും. എന്തായാലും ആ റേഞ്ച് ഉണ്ട് ഇപ്പോ. അതിന് താഴെ കിട്ടാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും ഓട്ടോമാറ്റിക് വണ്ടി. ഒരു വർഷം സംബന്ധിച്ച് വലിയ ഓട്ടോമൊബൈലില്ല. അതെ, അതിന് ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടാന്ന് പറഞ്ഞാലും പ്രൈസ് ബെനിഫിറ്റ് ആണ്. നമുക്ക് ലോൺ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 5.5 ഒക്കെ എന്തായാലും കിട്ടും. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. അടുത്ത വണ്ടിയിൽ SUV കോമ്പാക്ട് SUV മാത്രം കണ്ടാൽ പോരല്ലോ. അടുത്തതാ ഒരു അടിപൊളി സെഡാനാണ്. Volkswagen Vento KL3 രജിസ്ട്രേഷൻ ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ട കാറിനൊക്കെ പ്രത്യേകിച്ചാൽ വലിയൊരു ഓട്ടം പോയിട്ടില്ല. അതായത് ഒരു 80,000 മുകളിലൊന്നും പോയ കാറുകൾ ഇപ്പൊ മാർക്കറ്റിൽ കുറച്ച് ടൈറ്റിൽ ലോണാണ്. ശരിക്കും നമ്മൾ ഒരു 50ക്ക് താഴെയാണ് പർച്ചേസ് എല്ലാം കൂടുതലും എല്ലാം അങ്ങനെയാണ് എടുത്തിരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 10,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടികൾ നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞ മാസം. അപ്പോൾ അത്രയും കുറച്ച് കിലോമീറ്ററിലാണ് കൂടുതൽ പർച്ചേസും. എന്നാലും ഇത് കുറച്ച് ഓട്ടം കൂടിയിട്ടുണ്ട്. അതെ, എത്ര ഓടിയത്? ഇത് 1,08,000 കിലോമീറ്റർ. 1.8 മോഡൽ ഏതാ? 2018 മോഡലിൽ 1.8 ഓടിയിട്ടുണ്ട്. ഡീസൽ പെട്രോളും മാനുവൽ. പെട്രോൾ മാനുവൽ 1.6 1.6 പെട്രോൾ മാനുവൽ. ഓക്കെ, ഫുൾ ഓപ്ഷൻ പ്ലസ് ഉണ്ടോ? പ്ലസ് ഉണ്ട്. ഇത് ഹൈലൈൻ ആണ്. പ്ലസിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അലോയ്സ് ഒക്കെ ഇതിനകത്തുണ്ടോ? ഓക്കെ. അപ്പോൾ ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പെട്രോളിൽ 1.8 ഓടിയിട്ടുണ്ട്. പെട്രോൾ ആയതുകൊണ്ട് ഡീസൽ പോലെ അങ്ങനെ പണി വരാൻ ചാൻസ് ഉണ്ടോ? പൊതുവേ പെട്രോൾ വണ്ടികൾക്ക് മെയിൻ്റനൻസ് കുറവാണ്. അത് ഈ ബ്രാൻഡല്ല, ഏത് ബ്രാൻഡാണ് കുറവാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കുറവാണ്. ഓടിക്കാൻ ഭയങ്കര സുഖം. ഓടിക്കാൻ മൈലേജ് പറയാം. മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 13 വരെയൊക്കെ മാക്സിമം. ഇനിയിപ്പോ അത്രയും നല്ലൊരു ഹൈവേയിലൊക്കെയാണ് ചിലപ്പോൾ ഒരു 60 വരെ കിട്ടിക്കൂടായില്ല. അത്രയും നല്ല ഹൈവേയിൽ അത്രയും നല്ല ഹൈവേ തന്നെ ഓടിക്കണം. നോക്കിയും കണ്ടു ഓടിക്കണം. ഇതിന്റെ പെർഫോമൻസ് വെച്ചിട്ട് വിട്ടാല് കിട്ടൂല. 10 കിട്ടുള്ളൂ. 10, 9, 10 കിട്ടുള്ളൂ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ക്ലെയിമും ഇല്ല. ലാസ്റ്റ് ഇപ്പൊ 33,000 രൂപ കൊടുത്ത് ഇതിന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞു. ശരി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർ. ഫുൾ കമ്പനി സർവീസ്? ഫുൾ അല്ല, 90 വരെ കമ്പനി സർവീസ്. ലാസ്റ്റ് 2 സർവീസ് പുറത്ത്. ലാസ്റ്റ് സർവീസ് ചെയ്ത് നല്ല സ്ഥലത്ത് തന്നെയാണ്. അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ. ഓക്കെ. ഇനിയിപ്പോ അതിന് പുറമെ നമ്മൾ 2 ടയർ മാറണമെന്ന് വെച്ചിട്ടുണ്ട്. 15,000 കൂടുമ്പല്ലേ ചെയ്യാം? 15,000 കിലോമീറ്റർ കൂടുമ്പല്ലേ? ഒന്നെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. അപ്പോ എത്രയാ ഫൈനൽ? നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. അത്രയും പൈസ ലോൺ കൊടുക്കാം. ഫുൾ ലോണിൽ 4,65,000 2018 മോഡൽ ഹൈലൈൻ പെട്രോൾ മാനുവൽ ഈ ഒരു വെൻഡോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണിലാണ്. ഫുൾ ലോണിൽ ചെയ്യും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. 18 മോഡൽ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. അടുത്ത വണ്ടിയിൽ ടാറ്റ അൾട്രോസ് ആണ് അടുത്തത്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടി തന്നെ. KL76 നമ്മുടെ ഭാഗത്താണ്. ജിതിന്റെ ഭാഷയിൽ പറഞ്ഞ പ്രീമിയം ഹാച്ച്ബാക്ക്. അതെ. i20 ഇത് പോളോ ഇതൊക്കെ ബലേനോ ഇതൊക്കെ പ്രീമിയം ഹാച്ച്ബാക്ക് കാറ്റഗറിയാണ്. പിന്നെ നന്മണ്ട രജിസ്ട്രേഷൻ ആണ്. കോഴിക്കോട് ജില്ല. ഏതാ മോഡൽ? ഇത് 2021 മോഡൽ. ഓക്കെ. 46,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. XZ ടർബോ വേരിയന്റ്. ടർബോ പെർഫോമൻസ് അടിപൊളി. അതെ, നല്ല പവർ കിട്ടും. ഓക്കെ. ഇതിനൊരു ഡ്രോബാക്ക് മറ്റേന്ന് പറയുന്നത് കുറച്ച് പെർഫോമൻസിൽ ഒരു ഇഷ്യൂ പറയാറുണ്ട് ചിലര്. അപ്പൊ അത് ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് വെച്ചാല് ടിയാഗോ ഇതൊക്കെ 3 സിലിണ്ടറിലോ, അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യണം. അതെ. ഓക്കെ. ഇപ്പൊ ടർബോ ആയതുകൊണ്ട് അതുണ്ടാവില്ല, പെർഫോമൻസ് ഉണ്ടാവും. പക്ഷെ മൈലേജ് കുറച്ച് കുറവായിരിക്കും അല്ലേ? കുറച്ചുകൂടി കുറയും. ഒരു 10, 12, 13 ആ റേഞ്ച് മൈലേജ് ഉണ്ടാവും. ടയേഴ്സ് ഒക്കെ കുഴപ്പമില്ലാത്ത ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല? ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല. XZ പ്ലസ് അല്ല, പ്ലസ് ഇല്ല. XZ ആണ്. പ്ലസ് ഇല്ല. പുഷ്പട്ടൻ ഉണ്ട്. ഓക്കെ. പുഷ്പട്ടൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടർബോ ആണ്. അപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ തന്നെ റേറ്റിലൊന്നും മാറ്റില്ല. അന്ന് ഇതിൽ പ്രൈസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു എങ്ങനെ പോലും ഒരു 11 ലക്ഷത്തിനടുത്ത് അന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഐ റൈസറിന്ന് മറ്റൊരു വേരിയന്റ് വരുന്നുണ്ടല്ലോ, അതിന് 13, 12 വില വരുന്നത്. അതിപ്പോ ഉണ്ടോ? ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇറക്കിയായിരുന്നു ഒരു ഓറഞ്ച് കളറും ബ്ലാക്ക് റൂഫ് ഒക്കെ ആയിട്ട് വേണ്ടി ഉണ്ടാവില്ല. അതിന് ഓൾമോസ്റ്റ് 12 ആ റേഞ്ച് ആയിരുന്നു വില. ഇതിന് അങ്ങനെ പോലും 11 രൂപ വില ഉണ്ടാവും. ടർബോയില് എഞ്ചിൻ വരുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുന്നുണ്ട് നോർമലിനേക്കാളും. ഇത് നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഫൈനൽ നമുക്ക് 5,45,000 രൂപ. 5,45,000 2021 മോഡൽ. എന്തായാലും 5 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും. 45,000 രൂപ ഇറക്കാൻ പറ്റിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു അടിപൊളി ക്രെറ്റ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇവിടെയുള്ള വാഹനത്തിനെ കണ്ടെല്ലാം തിളക്കണ്ടല്ലോ. എല്ലാ വണ്ടിയും നല്ല വണ്ടികളായിരിക്കും. ഓക്കെ. ഏതാ മോഡൽ ഇത്? 2019 ക്രെറ്റ SX ഓപ്ഷണൽ. ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഓക്കെ. പെട്രോൾ മാനുവൽ 1.6 ഇഞ്ച്. പെട്രോൾ മാനുവൽ. ഒരു 12, 14 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ. 12 കിട്ടൂല, സോറി, 10 to 14 വരെ. ഇല്ല, 12 ഒക്കെ എന്തായാലും കിട്ടും. 1.6 കിട്ടും. പക്ഷെ ഓട്ടോമാറ്റിക് 10 കിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് അത്ര കിട്ടും. ഓക്കെ.
അല്ല i20 വരെ നമ്മൾ അത്രയും മൈലേജ് പറയാറുള്ളൂ. പക്ഷെ i20 നമുക്ക് നേരെ തിരിച്ചാണ് അനുഭവം. നമ്മൾ കൊടുത്തിട്ടുള്ള വണ്ടികൾക്ക് മൈലേജ് കൂടുതലാണ്. ഇല്ല, നമ്മൾ കൊടുക്കുന്ന വണ്ടികളൊക്കെ അങ്ങനെയാ. അപ്പൊ നമ്മൾ ചിലപ്പോൾ കസ്റ്റമർ 1-2 കസ്റ്റമർ കാര്യം പറഞ്ഞിട്ട് പക്ഷെ അവർക്ക് കൂടുതൽ കിട്ടിയിട്ട് നമ്മൾ തിരിച്ചു പറഞ്ഞ അനുഭവം. പിന്നെ നമ്മൾ എടുത്ത വണ്ടികൾ നമ്മൾ ഓടിച്ചു നോക്കിയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു 11-15 റേഞ്ചിന്റെ ഇടയിൽ പ്രതീക്ഷ മാക്സിമം. 19 മോഡൽ. 19 മോഡൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ വാഹനമാണ്. കിലോമീറ്റർ എത്രയായി? ഇത് 60,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ്. വലിയ ഓട്ടം പോയിട്ടില്ല. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഒരു ക്ലെയിം ഉള്ളല്ലോ. ഡിക്കി മാറിയിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ് മാറിയോ? ഗ്ലാസ് മാറിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യണം. ഡിക്കി മാറിയിട്ടുണ്ട്, അത് കമ്പനി തന്നെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ടയേഴ്സ് ഒക്കെ ഗുഡാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഷേപ്പ് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എടുത്തോ. നല്ല സ്റ്റൈല് ലുക്ക് തന്നെയാണ് വണ്ടിയുള്ളത്. വേറെ ഒന്നും പറ്റിയില്ല അല്ലെ? ഹഡിക്കിന്റെ SX ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇതേ പ്രൈസ് തന്നെയാണ് പറയാൻ തോന്നുന്നു. SX ആണ്. ഇപ്പൊ ഇതിലാകുമ്പോൾ ഇലക്ട്രിസിറ്റി വരും, സൺറൂഫ് വരും, വയർലെസ് ചാർജർ, എല്ലാ ഫീച്ചേഴ്സും വരും, പുഷ് ബട്ടൺ വരും, എല്ലാം വരും. ഓക്കെ. എത്ര ഫൈനൽ? ഫൈനൽ നമുക്ക് 8,85,000 രൂപ കൊടുക്കാം. 8,85,000. 8 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും. ലോൺ കിട്ടും അല്ലേ? 19 മോഡൽ SX ഓപ്ഷനിലാണ്. ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ. 4 ടയേഴ്സും ഗുഡാണ്. ഓക്കെ. ഇപ്പോൾ എടുത്താൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, എല്ലാ സർവീസ് എല്ലാം കഴിഞ്ഞിരിക്കാം. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കിക്കോ. 85,000 രൂപ കൊണ്ട് ഇറക്കം ചെയ്യാം അല്ലേ? അടുത്തത് ഡെയിലി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സ്വിഫ്റ്റ് ഡിസയറാണ്. സംഭവം ഡീസലാണ് അല്ലേ? KL 45 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. നല്ല മൈലേജ് ഉണ്ടാവും. 20-20 മുകളിൽ തന്നെ മൈലേജ്. അതെ, അത്രയും മൈലേജ് കിട്ടും. കുറച്ച് ടൈറ്റ് ആണ് ഈ സെഗ്മെന്റ് ഇപ്പോൾ വണ്ടി കിട്ടാം. 17 ഷേപ്പുള്ള വണ്ടികൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ടാക്സി പർപ്പസ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിലും അവർ കൊടുക്കും, പരിഗണിക്കാം അല്ലേ? ഓക്കെ. ഏതാ മോഡല്? ഇത് 2017 ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഡിസയർ VDI. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, 4 ഡോർ പവർ വിൻഡോ മാത്രമല്ല, ഇപ്പോൾ 17 വരുമ്പോൾ ഓൾറെഡി സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ് എല്ലാം വരും. ABS എയർ ബാഗും വരും. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ക്ലെയിം ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. കിലോമീറ്റർ 1,28,000. ഇതും ഓട്ടം പോയത് വണ്ടിയാണ്. ഓക്കെ. 1,28,000 പ്രോപ്പർ കമ്പനി സർവീസ്. അത് ശരി. ലാസ്റ്റ് സർവീസ് കമ്പനി കഴിഞ്ഞു. ഓണർഷിപ്പ് പറഞ്ഞോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. 17 VDI സിംഗിൾ ഓണർഷിപ്പ്. ഇത് മേജർ കാര്യമൊക്കെ കഴിഞ്ഞോ? മേജർ കമ്പനിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളതിപ്പോൾ ചെയ്തു, ഓൾറെഡി ചെയ്തു. നിങ്ങൾ കമ്പനി അല്ല പുറത്ത് ചെയ്തു, നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെയ്തു. പിന്നെ 4 ടയർ നമ്മൾ പുതിയത് ബ്രാൻഡ് ന്യൂ ടയർ മാറിയിട്ടുണ്ട്. നോർമൽ ചൈന ടയർ അല്ല, ബ്രാൻഡ് ടയർ മാത്രം നമ്മൾ ഇടും, അത് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷന്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. പിന്നെ 2 പീസ് പെയിന്റ് ചെയ്യാണ്ടായിരുന്നു, അത് പെയിന്റ് ചെയ്തു. പിന്നെ ഒരു പോളിഷിങ്ങും ഇന്റീരിയർ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നു. ഇനി അത് എടുക്കുക, ഓടിക്കുക. അപ്പൊ മേജർ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഇനി അടുത്തൊരു എല്ലാം ചെയ്ത് നമ്മളാ 2 ലക്ഷം കിലോമീറ്റർ 2-2.10 ചെയ്താൽ മതി അടുത്ത മേജർ. ഓക്കെ. ആക്ച്വലി അത് ടൈമിംഗ് പറയണില്ല ശരിക്കും, പക്ഷെ അത് മാരുതിക്കാൻ ആ ടൈമിൽ ചെയ്തു പോവാണ് ബെറ്റർ. അപ്പൊ അതുകൊണ്ട് നമ്മളത് പൊട്ടിയാൽ പെട്ടു, പിന്നെ എഞ്ചിൻ അഴിക്കേണ്ടി വരും. ഇതാകുമ്പോ ആ പ്രശ്നമൊന്നുമില്ല, ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ആകെ അത്രേ ചെലവ് വരുന്നുള്ളൂ. ഇതാ കഷ്ടകാലം പൊട്ടിയാൽ തീർന്നു കേട്ടാ. നമുക്ക് അത് മാത്രല്ല, അതിന്റെ ഇൻഷുറൻസ് എക്സ്പയർഡ് ആവും, നമുക്കത് ഫുൾ കവർ എടുത്ത് കൊടുക്കാം. ഓക്കെ. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് തരും. 17 മോഡല് 1,28,000 സർവീസ് മെയിൽ കഴിഞ്ഞിട്ടുള്ളൂ വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുകയാണ്. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല. നമുക്ക് എത്രയാണ് ഫൈനൽ? നമുക്ക് ഫൈനൽ 5.5 ലക്ഷത്തിന് കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 17 VDI ആണ്. ഓക്കെ. ശ്രദ്ധിക്കണം, ഇത്രയും വർക്ക് എടുത്തു. നമ്മൾ ഇനി ഒരു 40,000-50,000 കിലോമീറ്റർ വരെ ടയർ മാറണ്ട, 1 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുക്കണ്ട, 1 വർഷത്തേക്ക് സർവീസ് ചെയ്യണ്ട, എടുത്തു കഴിഞ്ഞാൽ ബോഡി വർക്ക് ഒന്നും ചെയ്യണ്ട, അങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ. എന്തായാലും പുള്ളി ഫൈനലാണ് പറയുന്നത്. എന്തായാലും നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് വരാണ് നേരത്തെ പറഞ്ഞിട്ട് എന്നോട് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം, സന്തോഷം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതൊരു സന്തോഷമാണ്. അതെ, അവർക്കും ഒരു സന്തോഷമാണ്, നമുക്കൊരു ഹാപ്പി. അടുത്തത് കിയ സെൽറ്റോസ് KL 49 രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ ഷേപ്പിന്റെ തൊട്ട് മുന്നുള്ള ഷേപ്പാണ്. അതെ അല്ലേ? ഏതാ മോഡൽ ഇത്? ഇത് 2024 മോഡൽ. 2024 ഷേപ്പാണ് ഇത്. 23 വരെ വേറൊരു ഷേപ്പ് വന്നിരുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിന് കുറച്ച് ആൾക്കാർ മാറി. അതെ, പലർക്കും പല രീതിയിലാണ് ഇപ്പൊ അതിനെ കാണുന്നത്. ചിലർക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ അതിന്റെ ഡയമെൻഷൻസ് കുറച്ച് കൂടുതലാണ്. ഒരു ഭയങ്കര വലിയ വണ്ടിയായിപ്പോ, വലിപ്പം ഭയങ്കര വലിപ്പം. ഷേപ്പ് ഇഷ്ടപ്പെട്ടില്ല. ഷേപ്പ് പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുറച്ച് അഗ്രസീവ്, ഒരു ഇതൊക്കെ ഗ്രില്ലൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ കുറെ പേര് ഇത് അന്വേഷിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ. 24 ഇപ്പൊ വാറണ്ടി 29 വരെ ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന സെൽറ്റോസ് ആണ്. പെട്രോൾ മാനുവലാ? ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ. കിലോമീറ്റർ 55.
55,000. ഡീസലാണ് അതിൻ്റെ ഓട്ടം പോയിട്ടുണ്ട്. 24 തന്നെ അത്ര ഓട്ടം പോയിട്ടുണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഏത് ഓപ്ഷൻ ഇത് ബേസ് ഓപ്ഷൻ ആണ്, HTE. ബേസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും, ABS എയർ ബാഗ് വരും, 4 ഡോർ പവറിന്റെ വരും, പിന്നെ സ്റ്റിയറിംഗിൽ റീസെറ്റ് കാര്യങ്ങളുണ്ട്, പിന്നെ ആൻഡ്രോയിഡ് വേറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. മിറർ അഡ്ജസ്റ്റ്മെന്റ് പവർ വിൻഡോസ്. ഓക്കെ. അപ്പോൾ മൈലേജിൽ ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ, കോമ്പാക്ട് എന്ന് പറയാൻ പറ്റില്ല, കോമ്പാക്ട് ആകുമ്പോൾ സോണറ്റിലേക്ക് പോകണം. ഓക്കെ, അതിന് കുറച്ചുകൂടി കൂടി ഫുൾ സൈസ് SUV നമ്മൾ മറ്റേത് പറയുന്നത്. അപ്പോൾ എത്ര ഫൈനൽ? ഫൈനൽ നമുക്ക് 11,25,000 രൂപ കൊടുക്കാം. 11,400,000 അല്ലേ? പുതിയ വണ്ടിക്ക് 15,60,000 രൂപ വരും. 15,60,000. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒന്ന് 4 ലക്ഷത്തിന് മുകളിൽ ഓൾറെഡി ഡിഫറൻസ് വന്നു. അതുണ്ട്. ഓക്കെ. അപ്പോൾ ഡീസൽ വണ്ടിയാണ്, തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇതുകൊണ്ട് കറക്റ്റ് ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 12 ലക്ഷം രൂപ എന്തായാലും കറക്റ്റേക്കാൾ മാർക്കറ്റ് ഉണ്ട്. സെയിം വണ്ടി തന്നെയാണ്. അപ്പൊ അതിന്റെ ഡിപ്രഷൻ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ലോണും കിട്ടും. എത്ര കിട്ടും? ഏകദേശം ഇതിനടുത്ത് ലോൺ കിട്ടും. അടുത്തന്നെ കിട്ടും. കിയ സോണറ്റ് ആണ് അടുത്തത്. KL 50 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. കിയയുടെ സെൽട്ടോസ് കണ്ടു. അടുത്തത് കോമ്പാക്ട് അല്ലേ? സോണറ്റ്. ഏതാ മോഡല്? 2023. ഡീസൽ ആയത്? പെട്രോൾ മാനുവൽ. ഓക്കെ. ഓട്ടം 43. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? വാറണ്ടി ആക്ച്വലി ഇതിന് എക്സ്പയർഡ് ആണ്. ഓക്കെ. അപ്പോൾ വാറണ്ടി ഇല്ല. ഇവരുടെ വാറണ്ടി ഉണ്ട്. കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. 1 ഇയർ വാറണ്ടി ചെയ്ത് കൊടുക്കാം. അഡീഷണൽ വേണേൽ ചെയ്യാൻ പറ്റും. ഓക്കെ. 23. പിന്നെ ഓപ്ഷൻ പറഞ്ഞത് HTK പ്ലസ്. K+ ആണ്. ഓക്കെ. പുഷ്പട്ടൻ ഇല്ല ഉണ്ടാവില്ല. SXL ആണെന്ന് തോന്നുന്നു. HTXL ഇതിൽ പുഷ്പട്ടൻ ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ബേസിക് ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സ് പുഷ്പട്ടൻ സൺറൂഫ് അതൊന്നും ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് നമുക്ക് ഇൻഫോർടൈൻമെന്റ് അടക്കം എല്ലാം നല്ലതാണ്. പിന്നെ ഇതിനെ പറ്റി നമ്മളിപ്പോൾ ഒരു ടോക്ക് വന്നു വെച്ചാൽ ഇതിന്റെ മൈലേജിനെ പറ്റിയാണ്. പുള്ളി ചലഞ്ചിങ് ആയിട്ട് എടുത്തിട്ട് ഓടിച്ച് കൊണ്ടുവന്നത് അല്ലേ? ആദ്യം സ്റ്റാഫ് കൊണ്ടുവന്നത് ഈ വണ്ടി സ്റ്റാഫാണ് കൊണ്ടുവന്നത്. അപ്പൊ പുള്ളിക്കാരന് ഇതിന് 17 പാലക്കാട്. അപ്പൊ 17.5 ആൾക്ക് മൈലേജ് കിട്ടി. അതെങ്ങനെ ജസ്റ്റ് 17.5 കാണിച്ചാണ് അല്ല ആവറേജ്? ആവറേജ് 17.5. ഇവിടെ എത്തണ വരെ ഏകദേശം 17.3 ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 24 മോഡല് വേറൊരു വണ്ടി പർച്ചേസ് ചെയ്തു. അത് 8,000 കിലോമീറ്റർ വണ്ടിയായിരുന്നു. അത് വന്ന് എനിക്ക് തോന്നുന്ന പിന്നത്തെ ദിവസം തന്നെ കൊടുത്തു. അപ്പൊ ആ വണ്ടി ഞാൻ ട്രിവാൻഡ്രം ഞാനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാനത് കിട്ടിയോന്ന് അറിയണല്ലോ. അപ്പൊ ഞാനത് ഓടിച്ചു നോക്കി. എനിക്ക് നമ്മൾ ഈ RPM കറക്റ്റ് ചെയ്ത് ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ അത്രയും ബുദ്ധിമുട്ടാതെ തന്നെ ഞാനത് 18.5 വരെ എത്തിച്ചു. തിരിച്ച് തൃശ്ശൂർ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു 17.8 മറ്റാണ് ആവറേജിൽ കാണിച്ചത്. അത് ശരി. അപ്പോൾ ഒരു ആവറേജ് കിട്ടുന്നുണ്ട്. അതായത് RPM കറക്റ്റ് നോക്കി ഓടിച്ച് അത് കസ്റ്റമർ ഓടിച്ചപ്പോൾ കസ്റ്റമറും സാറ്റിസ്ഫൈഡാ. കസ്റ്റമർ അത് ഓടിച്ചിട്ട് ഇവിടെ ഓടിച്ച് നോക്കിയപ്പോൾ ആൾക്കും അത് സാറ്റിസ്ഫൈഡ് ആണ്. ആൾക്കും അത്യാവശ്യം ടൗണിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എത്ര കാണിച്ചിരുന്നത് 16 അങ്ങനെ എന്തോളം കാണിച്ചത്. ഓക്കെ. അപ്പോൾ മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്നാലും നിങ്ങൾ ഓടിക്കുന്നവരുണ്ടെങ്കിൽ, പെട്രോൾ മാനുവൽ ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. തീർച്ചയായിട്ടും അവർ കമന്റ് ചെയ്തിട്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടാവില്ല, അവർക്കറിയാം. അതെ. ഓക്കെ. ഇപ്പൊ 2 വണ്ടി നമ്മൾ ചെക്ക് ചെയ്തല്ലോ. ഇപ്പൊ ഒരു വണ്ടിയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ 2 വണ്ടി ചെക്ക് ചെയ്തല്ലോ. ഓക്കെ. അപ്പോ എത്ര ഇതിന്റെ പ്രൈസ് ഫൈനൽ? ഇത് നമുക്ക് ഫൈനലില് 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8 ലക്ഷം അല്ല? 23 മോഡൽ HTK പ്ലസ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 12 താഴെ വില ഉണ്ടായിരുന്നു. ഇപ്പൊ 11.30 മറ്റാണ്. ഓഫർ ഉണ്ടോ പിന്നെയും? അതില് ഇപ്പൊ അധികം ഓഫർ ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും ഓഫർ ഉണ്ടാവും എന്തായാലും. ഓക്കെ. ഇത് ഓക്കെ ഫൈനൽ അകത്താണല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ അവസാനത്തെ വാഹനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ഒരുമിച്ച് കാണിക്കാന്ന് വിചാരിച്ചു. രണ്ട് ടൈപ്പാണ്. ഒന്ന് ഹോണ്ട സിറ്റി, ഒന്ന് ഹ്യുണ്ടായ് വെർണ. പക്ഷെ 2 കോമ്പറ്റേറ്റീവ് വെഹിക്കിളാണ് അല്ലേ? ഇത് തമ്മിലാണ് കോമ്പറ്റീഷൻ. ഈ വെഹിക്കിൾ കുറച്ച് കോമ്പറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം രണ്ട് സെഗ്മെന്റാ. ഓക്കെ. ഒന്ന് പെട്രോൾ മാനുവല്, ഒന്ന് ഡീസൽ ഓട്ടോമാറ്റിക്. അങ്ങനെയാണല്ലേ? ഓക്കെ. ഏകദേശം 2 ഒരേ ഇതാണ്. ഓക്കെ. അല്ല, ഇറങ്ങുന്ന കൂട്ടത്തിൽ പെട്രോൾ ആയാലും ഡീസൽ ആയാലും കോമ്പറ്റേറ്റ് ചെയ്യുന്ന വെഹിക്കിളാണ് ഇത് രണ്ടും. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഹോണ്ട സിറ്റിയിൽ നോക്കാം. KL 25 പുനലൂർ രജിസ്ട്രേഷൻ ആണ്. ന്യൂ ഷേപ്പിന്റെ ഇപ്പോഴത്തെ 5th ജനറേഷൻ പുതിയതായത്. അതെ, 5th ജനറേഷൻ ആണ്. ഗ്രില്ല് ഇതാ വരുന്നത്. അതെ, 5th ജനറേഷൻ. ഏതാ മോഡല്? 2020. അല്ല, ഇതിന് ശേഷം ഗ്രില്ല് മാറി. വീണ്ടും മാറിയിട്ടുണ്ട്. 24. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. പക്ഷെ 5th ജനറേഷനിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പണ്ട് മുതലേ സ്റ്റിയറിംഗ് കൺട്രോൾ ഒരു റൗണ്ട് ഷേപ്പിലേക്കാണ് വരാറ്. ചേഞ്ച് ആയത് 5th ജനറേഷനിലാണ്. ഓക്കെ. അപ്പോ 20 അല്ല? ഓട്ടം 73,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിറ്റി മാനുവൽ ഒരു 13-16 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ്. 1.5 എഞ്ചിനാണ് വരിക.
ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ വണ്ടി? ഒന്നുമില്ല. ഇതിൽ 4 എയർ ബാഗ് വരുന്ന ടൈപ്പ്. 4 എയർ ബാഗ് വരുന്നത്. നോർമലി വീലൊക്കെ നമുക്ക് 2 എയർ ബാഗ് ആണ് വരിക. ഈ ഫിഫ്ത്ത് ജനലിലേക്ക് കിടക്കുമ്പോൾ 4 എയർ ബാഗ്. ഓക്കെ, 4 എയർ ബാഗ് വരുന്നുണ്ട്. വി ഓപ്ഷൻ ആണ്. ഇതിന്റെ മുകളിൽ VX ZX അങ്ങനെ ഉണ്ടാവും, 2 ഓപ്ഷൻ കൂടെ. അതിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. ഇതിലതൊന്നുമില്ല. പുഷ്പട്ടം വീലില്ലേ? പുഷ്പട്ടം വീലുണ്ട്. ഓക്കെ. അപ്പോൾ എത്രയാ ഇതിന്റെ ഫൈനൽ? ഇത് 8,45,000 രൂപ. 8,45,000. 8 ലക്ഷം എന്തായാലും ആണ്. ഓക്കെ, 2020 V ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി കൊടുത്തതുകൊണ്ട് നമ്മൾ ആ കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതെ, അത്രേ ഉള്ളൂ. സിറ്റിന്നല്ല, ഹോണ്ടയുടെ ഒരുമാതിരി വണ്ടി അല്ലേ? പിന്നെ റീ രജിസ്ട്രേഷൻ ഒക്കെ കുറച്ച് അങ്ങനത്തെ വണ്ടികൾ കൊടുത്താലാണ് ബുദ്ധിമുട്ട്. അതല്ലാതെ ഒരു നോർമൽ വേയിൽ കൊടുത്താൽ ഒരിക്കലും കസ്റ്റമർ നമ്മളോട്ട് പോകില്ല. അതെ, അങ്ങനത്തെ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. വെറും 45,000 രൂപ ഇറക്കി കൊണ്ടുപോകും അല്ലേ? ഇത് കമ്പനി സർവീസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അത്ര കോസ്റ്റും വരില്ല. ഓക്കെ. അടുത്തത് ഇനി നമുക്ക് വെർണയിലേക്ക് വരാം. വെർണയിലേക്ക് വരുമ്പോൾ ഇതേതാ മോഡല്? ഇത് 2018 വെർണ ഡീസൽ ഓട്ടോമാറ്റിക് 1.6. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. വേരിയന്റ് വരുന്നത് EX ആണ്. പക്ഷെ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ് വീല്, ക്രൂസ് കൺട്രോൾ എല്ലാം. ക്രൂസ് കൺട്രോൾ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഒക്കെ ഫീച്ചേഴ്സ് എല്ലാം. ഓക്കെ, ബേസ് തന്നെ കൊടുക്കാറുണ്ട്. അലോയ് വീലടക്കം എല്ലാം വരും. ബേസ് അല്ല, അതിന്റെ തൊട്ടുമേലെ EX ആണ്. ഓക്കെ. ആൻഡ്രോയിഡ് ഓൾറെഡി വേറെ ചെയ്തിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്കിന് പൊതുവെ മൈലേജ് എങ്ങനെ? ഒരു 18 കിലോമീറ്റർ വരെ കിട്ടും. കാരണം 1.6 ആയതുകൊണ്ട് 18 വരെ പ്രതീക്ഷിച്ചാൽ മതി. പെർഫോമൻസ് അടിപൊളി. മറ്റേത് പെർഫോമൻസ് 1.5 പെട്രോൾ അത് വറക്കും അത്. ഓക്കെ. അപ്പോ ഇതിപ്പോ സെഡാൻ മോഡലിൽ ഡീസൽ ഓട്ടോമാറ്റിക് വളരെ കുറവാണ്. ഇപ്പൊ ഈ സെഗ്മെന്റിൽ വണ്ടികൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. നല്ല വണ്ടി കിട്ടാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും. നമ്മളെ പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് 7,95,000 രൂപയ്ക്ക് കൊടുക്കാം. 18 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഓപ്ഷൻ പറഞ്ഞു നമ്മൾ. കിലോമീറ്റർ പറഞ്ഞില്ല. കിലോമീറ്റർ 1,09,000. ഇത് ഓട്ടോമാറ്റിക്. ഇന്നത്തെ സർവീസ് എല്ലാ സർവീസും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി വണ്ടി. ഓക്കെ. അത് വണ്ടി കണ്ടു കഴിഞ്ഞാൽ കിലോമീറ്റർ ഓടി പറയില്ലേ? നല്ല വെൻഡോ പറഞ്ഞ പോലെ തന്നെ. ലോണ് നമുക്ക് ഒരു 7,000 എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. ലോൺ കിട്ടും. ഓക്കെ. എന്തായാലും തൽക്കാലം നല്ല ടയേഴ്സ് ആണ്, ഇൻഷുറൻസ് ഉണ്ട്, പ്രോപ്പർ അത്രയും ഹൈ ക്വാളിറ്റി ഒരു പ്രൊഫൈലുള്ള ഒരാളുടെ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് കാണിച്ച വണ്ടികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓട്ടോ ലെഗസിൻ്റെ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്മുടെ ഫസ്റ്റ് ടൈം കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തരുത്. വണ്ടി ഒരിക്കലും മോശം ആരും പോയില്ല. ഓക്കെ, 100% വിലയും കൂടെ എന്തൊക്കെ ഒന്ന് വില നമ്മൾ മാക്സിമം കോമ്പറ്റീറ്റീവ് പ്രൈസിലാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാവുന്ന എല്ലാ സർവീസും നമ്മൾ കൊടുക്കും. അതിൽ നമ്മളെ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളിലൂടെയാണ്. നമുക്ക് ഇത്ര ഉദ്ദേശമുള്ളൂ. നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനേക്കാളും ബെറ്റർ സർവീസ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ അപ്പുറത്തേക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. കാരണം അവർക്ക് വരുമ്പോൾ അതിന്റെ ക്ലെയിമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്താണ് സർവീസ് ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുക്കും, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കും. അതും വാറന്റിയോട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വാറന്റിയോട് കൊടുക്കും. ഇനി വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ പരിഹരിക്കാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. നമ്മളെ പുതിയ ഷോറൂം എങ്ങനെയുണ്ട്, ഓട്ടോ ലെഗസി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.